നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, പാലക്കാട് ദയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ENT OPയിൽ വരുന്ന രോഗികളിൽ കൂടുതലായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് തലകറക്കം അഥവാ വെർട്ടൈഗോ. ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത് BPPV എന്ന അസുഖത്തിലാണ്, അതായത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ. ഇത് കൂടുതലായും മുതിർന്നവരിലാണ് കാണുന്നത്, പ്രായമായവരിലാണ് കാണുന്നത്. ഇത് പേര് പറയുന്നത് പോലെ പൊസിഷണൽ ചേഞ്ച് വരുമ്പോൾ, തലയുടെ പൊസിഷണൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലകറക്കമാണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? കൂടുതലായും തല പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തല കുനിക്കുക, കട്ടിലിൽ നിന്നും എണീക്കുന്ന അവസ്ഥ, അതേപോലെ മുകളിലുള്ള ഒരു വസ്തുവിലേക്ക് നോക്കാനായിട്ട് തല പൊക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കമാണ്. അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തലയ്ക്ക് ഒരു പെരുപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഭാരമേറിയ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇതിനോടൊപ്പം ചില ആളുകളിൽ ഛർദി അഥവാ ഓക്കാനം എല്ലാം ഉണ്ടാകുന്നതാണ്. ഇനി ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ചെവി നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയർ എന്ന് പറയുന്ന തലയോട്ടിയിലുള്ള ഒരു ഏരിയയിൽ കാണുന്ന കുറച്ച് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് അതിൻ്റേതായ സ്ഥാനത്ത് നിന്ന് സ്ഥാനം തെറ്റിപ്പോവുകയും അവിടെയുള്ള ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുകയും തല പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഞരമ്പുകളെ അനാവശ്യമായി ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തലച്ചോറിന് തെറ്റായ സിഗ്നൽ കിട്ടുകയും തലകറക്കം എന്ന അവസ്ഥയാണെന്ന് തലച്ചോർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ഇതാണ് തലകറക്കത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഈ അവസ്ഥ. ഇത് വരുന്നത് മിക്കവാറും പ്രായമേറിയ ആളുകളിൽ വരുന്നു. അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, തലക്കേക്കുന്ന ഒരു ക്ഷതം, അതുകൊണ്ടും വരാവുന്നതാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ അസുഖങ്ങളെ പോലെ മരുന്ന് കുറേ കാലം കഴിക്കുന്ന ഒരവസ്ഥയല്ല. ഇത് വളരെ സിമ്പിളായ കുറച്ച് എക്സസൈസുകളിലും കുറച്ച് മാനോവേഴ്സും ചെയ്ത് OPയിൽ തന്നെ നമുക്കിത് ശരിയാക്കാവുന്ന ഒരു അസുഖമാണ്. എന്നിരുന്നാലും ഭാവിയിൽ ഇത് റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ ഇതിൻ്റേതായ രോഗലക്ഷണങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ENT ഡോക്ടറെ കാണാവുന്നതാണ്. താങ്ക് യു.